ിരിക്കുന്നു. അതിനുവേണ്ടി പുസ്തകം കൊണ്ടുവന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുവാൻ ആഗ്രഹിക്കും. അത് നമുക്ക് ആവശ്യം എടുക്കാം. ഇന്ന് പേർക്കാർ വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 27-21 വാക്യം വായിക്കാം. 27-23, 27-23. കിട്ടിയോ? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഞാനിവിടെ നാം സേവിക്കുന്ന ദൈവം ആരാണെന്നും നാം സേവിക്കുന്ന ദൈവം എന്ത് ചെയ്യുമെന്നും ആ സേവിക്കുന്ന ദൈവത്തെ നാം സേവിച്ചാൽ അവസാനം നമുക്ക് എന്ത് ലഭിക്കുമെന്നും ഉള്ള ഒരു കാര്യമാണ് തുടർച്ചയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശദ്രക്ക് മേശയ്ക്ക് അബ്ദുനഗോ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിരോധമില്ല, വിടിച്ചാലും വിരോധമില്ല. നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് തീയിലെഴി വീഴേണ്ടി വന്നു. അതവർക്ക് ഹല്ലേലൂയ അനുഗ്രഹമായി തീർന്നു. ദാനിയേലിന്റെ ജീവിതം നോക്കിയാൽ ദാനിയേൽ പറയാണ്, ഞാൻ സേവിക്കുന്ന ദൈവം, മറ്റൊരു ദൈവത്തെ ഞാൻ സേവിക്കുകയില്ല. രാജാവ് പറയാണ്, ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം, നിന്നെ വിടിവിക്കുവാൻ കഴിവുള്ള ദൈവം, നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ദൈവം, സിംഹത്തിന്റെ വായടച്ച് കളയുവാൻ കഴിവുള്ള ദൈവം, ആ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കുക. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ ആരെ സേവിക്കും? ഞങ്ങൾ ദൈവത്തെ സേവിക്കും. യോന പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ മഹത്വം കൊടുക്കുന്ന ദൈവം, അവൻ എന്നെ സംരക്ഷിക്കും. കടലിൽ പോയാലും കടലിന്റെ ആഴത്തിൽ പോയാലും മത്സ്യം എന്നെ വിഴുങ്ങിയാലും ഹല്ലേലൂയ, എന്റെ സൃഷ്ടാവ്, എന്റെ രക്ഷിതാവ് എന്നെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. ഞാൻ കടലിന്റെ അടിയിൽ പോയാലും കടൽ പുല്ലിന്റെ തലയോണേറി വെച്ചാലും എനിക്കെന്തില്ല, എന്റെ ജീവനെ കുറിച്ച് ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ സൃഷ്ടാവ്, എന്നെ ജനിപ്പിച്ചവൻ, എന്നെ ഉണ്ടാക്കിയവൻ, അവന്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയമില്ല എന്ന് അവിടെയും പറയുന്നതിന് കാണുവാൻ കഴിയും. ഇന്ന് നാം വായിച്ച വാക്യം, എന്റെ ഉടയവൻ എന്ന് പറഞ്ഞാൽ എന്റെ സൃഷ്ടാവ്, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ ജീവനോടെ ഇരുത്തുന്നവൻ, എന്റെ ആയുസ്സ് എത്ര എന്ന് പറയുന്നവൻ, എനിക്ക് ആയുസ്സ് തന്നവൻ, ആയുസ്സ് എടുക്കുവാൻ കഴിയുള്ളവൻ, എന്ന് എടുക്കുമെന്ന് എനിക്ക് അറിവായി തന്നവൻ. പൗലോസ് പറയാണ്, ഹല്ലേലൂയ. പത്രോസും പറയുന്നു അവന്റെ ആയുസ്സിനെ കുറിച്ച്, എന്റെ നിര്യാണകാലം ഞാൻ അടുത്തിരിക്കുന്നു. പൗലോസ് പറയാണ്ട് നിര്യാണകാലം അടുത്ത്. നിര്യാണകാലം അടുത്തത് അറിയുന്ന ദൈവമക്കളാണ് നാം. നമ്മുടെ നിര്യാണം എന്നാണ് അറിയുന്ന വ്യക്തി ജീവിതമാണ് നാം. എന്തുകൊണ്ട്? നാം ആരെയെ സേവിക്കുന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ, എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നെന്നുള്ള വ്യക്തമായ അറിവ് ആർക്കുണ്ടായിരുന്നു? ഹല്ലേലൂയ, ഈ പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയാണ്, എവിടെ കിടക്കണമെന്നറിയോ? നിങ്ങൾ വീട്ടിൽ വായിച്ചറിയാം. ഹല്ലേലൂയ, എവിടെയാണ് കിടക്കുന്നത്? അതിൽ ബോട്ട്, കപ്പൽ എന്ത് ചെയ്തു? തകർന്നു പോയതിനു ശേഷം അവിടെ പറയാണ്, നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്ന് പറഞ്ഞ് മറ്റുള്ള എല്ലാവരും നിലവിളിക്കുമ്പോൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായി വെളിപ്പാട് പ്രാപിച്ച പൗലോസോട് പറയാണ്, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പൗലോസേ, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. നിന്നെ ഭയപ്പെടുത്തുവാൻ കടലെളി വന്നു വരാം, കാറ്റെളി വന്നു വരാം, പ്രശ്നങ്ങൾ വന്നു വരാം. ഈ കാറ്റിനെ കുറിച്ച് പഠിച്ചാണ്ടല്ലോ, വിവിധമായ കാറ്റുകളെ കുറിച്ച് പഠിക്കാൻ കഴിയും. മന്ദമാലയ കാറ്റ്, ചുഴലിക്കാറ്റ്, മണൽക്കാറ്റ്, ചൂടേറിയ കാറ്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കൊടുങ്കാറ്റ്, ഇതൊക്കെ നമ്മൾ ബൈബിളിലാണ്. കൊടുങ്കാറ്റ്, മന്ദമാലയ, ചുഴലിക്കാറ്റ്. എങ്ങനെ മരുഭൂമിയിൽ കാറ്റടിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? പല തരങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഇപ്പൊ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം
കടല് അലയിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൽ കപ്പൽ അലയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകണമെന്നറിയില്ല, കര എവിടെയാണെന്നറിയില്ല, വെളിച്ചം എവിടെയെന്നറിയില്ല, ഒന്നും അറിയാതെ ഹല്ലേലൂയ മരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പൗലോസിനോട് മാത്രം സംസാരിക്കും ദൈവം. മനസ്സിലായ? ആ കപ്പലിൽ നിറയെ ആളുണ്ട്, എല്ലാവരും സംസാരിച്ചോ? ഇന്ന് പൽക്കാലം പറഞ്ഞിരിക്കുക, നീയും ദൈവമായുള്ള ബന്ധമുണ്ടെങ്കിൽ ഏത് പ്രശ്നം മുമ്പിനും നമ്മോട് വന്ന് സംസാരിക്കും. അവൻ വേണമെങ്കിൽ അവൻ തന്നെ വരും, ഇല്ലേ അവന് ദൂതനെ അയച്ച് പറയും. ഹല്ലേലൂയ, നിന്റെ പേര് അവനറിയാം, നിന്റെ മരണസമയം അവനറിയാം, നീ എവിടെ ആയിരിക്കുന്നെന്നറിയാം, നീ താണു പോകുന്ന ഹല്ലേലൂയ കടല് അറിയാം, കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം എൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇന്ന് പിൽക്കാലം ദൈവജനമേ, ഇന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത്, മറ്റുള്ളവർ നിലവിളിക്കുന്ന പോലെ നാം നിലവിളിക്കേണ്ട കാര്യമില്ല. കാരണം എന്നറിയാമോ? എൻ്റെ സൃഷ്ടാവും എൻ്റെ ഉടയവനുമായവൻ ദിവസങ്ങളായി പുറപ്പെട്ടിട്ട് കപ്പലുകളൊക്കെ വലിച്ചു വാരി പുറത്തിയിട്ടാലും ഇവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അവിടെ എല്ലാവരും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ ഭാഷ കേൾക്കണ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. അതൊന്നുകൂടി വായിക്കാം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഒരു ദൂതനെ എന്ത് ചെയ്തു? എൻ്റെ അടുക്കൽ അയച്ചു. പൗലോസേ, മനസ്സിലായി? നീ ആരെ മുമ്പിൽ നിൽക്കണം? അതിനു മുമ്പ് നീ എന്തില്ല, മരിക്കുകയില്ല, നീ ജീവനോട് ഇരിക്കും. നിന്റെ ജീവനെ കുറിച്ച് നീ ഭയപ്പെടണ്ട, നിന്റെ യാത്രയെ കുറിച്ച് നീ ഭയപ്പെടണ്ട, നീ എവിടെ ആയിരിക്കുന്നു ഭയപ്പെടണ്ട. മനസ്സിലായോ? ഇന്ന് എല്ലാവർക്കും ഭയ. എന്നാൽ ദൈവവചനം നമ്മോട് ഇന്ന് പൽക്കാലം പറയുന്നത് എന്താണ്? നീ ഏത് കൊടുങ്കാറ്റായാലും, ഏത് മന്ദമാരുതനായാലും, ഏത് ചുഴലിക്കാറ്റായാലും, ഏത് മണൽക്കാറ്റായാലും, ഏത് ശീതകാറ്റായാലും, ഏത് കാറ്റിന്റെ മുമ്പിലും നിന്നെ സൂക്ഷിപ്പാൻ, നിന്നെ പരിപാലിപ്പാൻ, നിന്നെ വഴി നടത്തുവാൻ, നീ നശിച്ചു പോകാതെ ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിപ്പാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിത്യത വരെയും ചുമക്കുവാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവം എന്ന പിൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കുക. മനസ്സിലായ? സ്തോത്രം പറയാൻ പറ്റുന്നല്ലേ? ധൈര്യമായിട്ട് ഒരു ധൈര്യം വരുന്നില്ല നമുക്കല്ലേ? ധൈര്യമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ സ്വത്രം 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 നിറയുന്ന സ്വത്രം കേൾക്കാം ഗ്രൗണ്ടില്. എന്നാൽ നമുക്ക് ഉറപ്പും ധൈര്യം പ്രാപിച്ചാലുണ്ടല്ലോ, നമുക്ക് എന്ത് പറയാൻ പറ്റുന്നില്ല? ഉറപ്പ് ധൈര്യം പ്രാപിച്ചവർക്ക് ഒരു ലീലില്ല, സ്വത്രമില്ല. എനിക്കറിയാം പക്ഷേ, മനസ്സിലായ? എനിക്കറിയാം പക്ഷേ എന്താ അറിയാം, എൻ്റെ ദൈവം എന്നെ അവിടെ എത്തിക്കും. എൻ്റെ ദൈവം കപ്പലിൽ എന്ത് ചെയ്യില്ല, എൻ്റെ ദൈവം ഈ മീനെ കൊണ്ട് എന്നെ തീറ്റിക്കില്ല, എൻ്റെ ദൈവം ഇവിടെ നശിപ്പാൻ അനുവദിക്കില്ല. ആർക്കറിയാം? എനിക്കറിയാം പാസ്റ്റേന്ന്. അപ്പൊ അതിന് മുമ്പിൽ സ്വത്രം പറയണോ? അല്ലല്ലേ പറയണോ? അറിയാത്ത കാര്യത്തിന് മുമ്പിൽ സ്വത്രം പറയണോ? ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നരകത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് ഉയർത്തി കൈ പിടിക്കാൻ വന്നപ്പോൾ അതിലിരിക്കുന്ന 70% ആൾക്കാർ എന്ത് ചെയ്തു? യൂട്യൂബിൽ എടുക്കേണ്ടി കാണാം. 70% ആൾക്കാർ കൈ പൊതിച്ചു. എന്താ പറഞ്ഞത് പാസ്റ്റർ? ഇപ്പോൾ ഇരിക്കുന്നവർ നരകത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നവർ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്നു 2 മീറ്റിങ്ങും. ഒരു സ്ഥലത്ത് പറഞ്ഞതാ, ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്ത് ചെയ്യാം? ഒരു ഹല്ലേലൂയ പറയാം. 70% ആൾക്കാരും എന്താണ് ഹല്ലേലൂയ? അറിഞ്ഞോൻ ഹല്ലേലൂയ പറഞ്ഞു. ഇപ്പോൾ വലിയൊരു നിങ്ങൾ പറഞ്ഞോൻ പറയുന്നത് എന്നറിയാമോ? എനിക്കറിയാം. എന്തറിയാം? എന്നെ ദൈവം എന്തിയില്ല, കൈവിടില്ല, എന്നെ ഉപേക്ഷിക്കില്ല, എനിക്ക് വേണ്ടതൊക്കെ തരും. എൻ്റെ കഷ്ടകാല സമയത്ത് എന്നോട് കൂടിയിരിക്കും. ചുഴലിക്കാറ്റ് വന്നാലും, മന്ദമാരുതം വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, ഏത് പ്രശ്നം മുമ്പിലും എനിക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യം ഇല്ല. കാരണം ദൂതനയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ പുത്രൻ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് പുത്രൻ? ലോകാവസാനം വരെയും ഞാൻ നിന്നോട് കൂടെ. ദൈവത്തിന്റെ ദൂതമെന്ന് പറഞ്ഞെന്താ? ഭയപ്പെടണ്ട. ദൈവത്തിന്റെ പുത്രമെന്ന് പറഞ്ഞെന്താ? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിനെ പിന്നെയും വന്ന് ഹല്ലേലൂയ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ആ വലിയവനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. പിതാവായ ദൈവം പുത്രനയച്ചു നമ്മെ രക്ഷിച്ചുവെങ്കിൽ നിത്യത വരെയും എത്തിക്കുവാൻ അവന് കഴിവുണ്ട്.
അവൻ നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല, നിന്നാപാത്രമാകേണ്ട കാര്യമില്ല. പൗലോസ് പറയാണ്, എനിക്കൊരു ഉറപ്പുണ്ട്. നിൽക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ദൂതനയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുത്രനയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടണ്ട, ലോകാവസാനത്തോളം ഞാൻ എന്നോട് കൂടിയിരിക്കാം. കപ്പലില് പല പ്രശ്നം ഉണ്ടായിരിക്കാം, കടലില് പല പ്രശ്നം ഉണ്ടായിരിക്കാം, കൊടുങ്കാറ്റും മന്ദമാരുന്നും അടിച്ചെന്ന് വരാം, മഴത്തിട്ടമേ തട്ടി ആ കപ്പൽ തകരുമെന്ന് നമുക്ക് മറ്റുള്ളവർ വിചാരിക്കാം. എന്നാൽ പൗലോസേ, നിന്നെ ഞാനാണ് വീണ്ടെടുത്തത്. ഡമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് തേജോമനായ ദൈവം എനിക്ക് വെളിപ്പെട്ട് എന്നെ ആ പൗലോസിനെ, ഹല്ലേലൂയ, നിന്നെ എൻ്റെ മകനാക്കി എടുത്തുവെങ്കിൽ, ശത്രുവായ ശൗലിനെ പൗലോസാക്കി മാറ്റുമെങ്കിൽ, അദൃശ്യനായ ദൈവത്തെ കണ്ടുവെങ്കിൽ, നിന്നെ ഞാൻ അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനാണ്, ജയോത്സവമായി നടത്തുവാൻ ശക്തനാണ്, മറ്റുള്ള മുമ്പിൽ രചിപ്പിക്കാതെ നിലനിർത്തുവാൻ ശക്തനാണ്. നിന്റെ ജീവനെ ഞാൻ നിനക്ക് തരും. നിന്റെ ജീവനെയും മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെ ജീവനെയും ഞാൻ നിന്നെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഇന്ന് പൽക്കാലം വ്യക്തമായി ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ജീവിക്കണം എന്ന് ആലോചിക്കുക മാത്രമല്ല, അത് ഉറപ്പ് പ്രാപിച്ച് നാം വീട്ടിലേക്ക് പോകണം. കൊട്ടും പാട്ടും കേട്ട് നരകത്തിലേക്ക് പോകാനല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. രക്ഷിക്കപ്പെടുന്നവരിലും നശിക്കപ്പോകുന്നവരിലും സൗരഭ്യവാസന ആകണമെങ്കിൽ നിത്യതയെക്കുറിച്ച് വെളിപ്പെടാൻ, നിത്യനായ ദൈവത്തെക്കുറിച്ച് അറിവ് പ്രാപിക്കണം. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയണം, എന്നെ ശിക്ഷിച്ച ദൈവം ആരാണെന്നറിയണം, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നറിയണം, എന്നെ വിടിവിക്കാൻ കഴിവുള്ള ദൈവം ആരാണെന്നറിയണം. അതിൻ്റെ 24 വാക്യം. എന്നിട്ട് അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? രാത്രി വന്നു, പൗലോസേ, നീ എന്ത് ചെയ്യണ്ട, ഇനി ഭയപ്പെടണ. ഞാൻ ഒരു കാര്യം പറയാം. ദൈവം ഇസ്രായേലിന് പറഞ്ഞു ഭയപ്പെടണമെന്ന്. ഭയപ്പെടാണ്ടിരുന്നുണ്ടോ ഇസ്രായേൽ? അവൻ എന്നും ഭയപ്പെട്ടു, മരിക്കുന്നവരെ ഭയപ്പെട്ടു. പുത്രൻ വന്ന് പറഞ്ഞു ഭയപ്പെടണ്ടാണ്. എന്നിട്ട് ഭയപ്പെടാണ്ടിരിക്കണ്ട. ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് വന്ന് നമ്മോട് പറഞ്ഞു ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നിട്ട് ഭയപ്പെടണില്ലേ? അപ്പൊ ദൈവം പറഞ്ഞു ഭയപ്പെടണമെന്ന്. ഈ ഭയപ്പെടുക എന്നുള്ളത് ആരെ കടപ്പാടെന്നറിയാം? ദൈവം ഇല്ലാത്തവന്റെ കടപ്പാടാണത്. ദൈവം നിന്റെ കൂടെയില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട നിന്റെ കടപ്പാടാണത്. അർത്ഥം മനസ്സിലായില്ലേ? ദൈവം നിന്റെ കൂടെയില്ലെങ്കിൽ ഭയപ്പെടേണ്ടെന്നല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായ? ഇല്ല, ഭയപ്പെടണം നിന്റെ കടപ്പാടാണെന്ന് മനസ്സിലായില്ലേ? കടപ്പാടില്ലേ ഓരോരുത്തർക്ക്? മക്കളെ പറ്റി വിടുന്നൊരു കടപ്പാടില്ലേ? നമ്മൾ ജോലിക്ക് പോകുന്ന കടപ്പാട്. ഇതുപോലെ ദൈവം നിന്റെ കൂടെ ഇല്ല എങ്കിൽ നീ ഭയപ്പെടേണ്ടത് നിന്റെ കടപ്പാടാണ്. നീ ചെയ്തോ? മനസ്സിലായ? നീ എന്നും ഭയപ്പെട്ടോ? എലിനെ കണ്ടാലും ഭയപ്പെട്ടോ? കുയിലിനെ കണ്ടാലും ഭയപ്പെട്ടോ? സിംഹത്തിനെ കണ്ടാലും ഭയപ്പെട്ടോ? ആട്ടുകുട്ടിനെ കണ്ടാലും ഭയപ്പെട്ടോ? പാറ്റനെ കണ്ടാലും ഭയപ്പെട്ടോ? പല്ലിനെ കണ്ടാലും ഭയപ്പെട്ടോ? ഈച്ചനെ കണ്ടാലും ഭയപ്പെട്ടോ? ഉറുമ്പിനെ കണ്ടാലും നീ ഭയപ്പെട്ടോ? കാരണം എന്നറിയാം? ദൈവം പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ നിന്റെ കടപ്പാട് എന്താണ്? എന്നും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തത്തമ്മയ്ക്ക് എന്നും ഭയ. കാരണം വെച്ചാല് അത് പൂച്ചവിടെ ഉടമസ്ഥൻ പറഞ്ഞു, നിന്നെ കൂട്ടിലിട്ടിരിക്കണേ, നിനക്ക് ആഹാരം കാര്യം അത്തിക്ക് തരണ്ടേ, നീ അവിടെ ഇരുന്ന് കൊത്തി തിന്നോ, ഇരുന്നു സമാധാനിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇരുന്നോ. നീ പൂച്ചനെ കണ്ട് എന്തില്ല പേടിക്കണ്ട, പൂച്ചൻ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നീ വലയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. അന്നാലും ഈ പക്ഷിക്ക് എന്താണ്, പൂച്ചയ്ക്ക് തത്തയ്ക്ക് എന്താണ്? അയ്യോ എന്നെ കൊല്ലാവോ. അപ്പൊ ഇനി തത്തയ്ക്ക് അവന്റെ കടപ്പാടാണ് രക്ഷിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കും കടപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. വലിയവനായ ദൈവം പറഞ്ഞു നീ ഭയപ്പെടണ്ട. പുത്രനായ ദൈവം പറഞ്ഞു നീ ഭയപ്പെടണ്ട. പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു നീ ഭയപ്പെടണ്ട. അവൻ ഓരോ സമയത്ത് ദൂതന്മാരെ അയച്ചു പറഞ്ഞു നീ ഭയപ്പെടണ്ട. പിന്നെയും ഭയപ്പെടണോന് എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? സുബോധമാണോ? അതെ, വ്യക്തമായി മനസ്സിലാക്കിക്കോ. ഇനി ഭയപ്പെടണ നീ ആരാണ്? അപ്പോഴും പറയും പക്ഷേ പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യാന്ന്? പ്രശ്നം വരുമ്പോ എൻ്റെ ഒരു അടിയും പെട്ടെന്ന് കിണറ്റിൽ വീണു, ആഴമുള്ള കിണറ്റില. അവിടെ ചെന്ന് രാത്രി 2 മണിന് അതിന് ചെയ്ത് വീണു. വീണപ്പോൾ നിൽക്കുന്നവർ പറയണേ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളാരും
ഭയപ്പെടണ്ട, ഞാൻ എനിക്ക് സുഖമായിട്ട് പിടിക്കുന്നത്. എവിടെ? വലിയ കുന്നംകുളത്ത് പറഞ്ഞൊരു സ്ഥലം. അതിൽ ആഴമേറിയ കിണറാണ്. കിണറിൻ്റെ ഉള്ളിൽ രാത്രി വഴി തെറ്റി ഈ വാക്കൽ തെറ്റിയിട്ട് വീണു. അതിൻ്റെ ഉള്ളിൽ വീണിട്ട് അവിടെ ചെന്നെന്ന് പറഞ്ഞെന്താണ്? ഹല്ലേലൂയ, എനിക്കെന്ത് വേണ്ട, എന്നെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. മക്കൾക്കൊരു ഭയമില്ല കേട്ടോ. പിന്നെ നാട്ടുകാർക്കൊക്കെ ഭയം വന്നു, 15 വന്നു, അവർ കരകയറ്റി. ഇയാൾക്ക് എന്തില്ല? ഇയാൾ പിന്നെ കയറ്റിയപ്പോൾ ചോദിച്ചു, എന്താ അളിയാ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞേ? ദൈവം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണ്ടെന്ന്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്നോട് ഭയപ്പെടണ്ടെന്ന്. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഭയപ്പെടണ്ടെന്ന്. ഓരോ സമയങ്ങളും എന്നോട് ദൂതം വന്ന് പറയുന്നു നീ ഭയപ്പെടണ്ടെന്ന്. നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെന്തില്ല? ഇനി ഞാൻ ഭയപ്പെടണമെങ്കിൽ എനിക്ക് എന്തിനാ? എൻ്റെ സുബോധം നഷ്ടപ്പെടണം. അപ്പൊ ഞാൻ ഭയപ്പെടും. ഇപ്പൊ എനിക്ക് എന്തിൻ്റെ സുബോധമുണ്ട്? ഇന്ന് പൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത്, നിനക്ക് സുബോധമുള്ള കാലത്തോളം നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ദൈവം നമ്മോട് സംസാരിക്കും. ദൂതനയച്ചോട് പറയാണ്, പൗലുസേ ഭയപ്പെടേണ്ട, നീ കാഴ്ചയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഈ അപകടത്തിൽ നിന്നും ഹല്ലേലൂയ മരിക്കുകയില്ല. നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ജനത്തെയും ഞാൻ എന്ത് ചെയ്യും? സംരക്ഷിക്കും. നിന്നെ മാത്രമല്ല സംരക്ഷിക്കാൻ അവൻ തയ്യാറ്, നിന്റെ കൂടെയുള്ളവരെയും സംരക്ഷിക്കുവാൻ അവൻ തയ്യാറാണ്. 25 വാക്യം വായിക്കാം. തന്നോട് കൂടിയുള്ളവരെ ധൈര്യപ്പെടുത്തി എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരിൽ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ എനിക്ക് തന്ന പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവൻ അപകടത്തിൽ വരികയില്ല, നിങ്ങളുടെ ജീവനും അപകടത്തിൽ വരില്ല. ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പൽക്കാലം നീ ആരെ സേവിക്കുന്നു എന്നുള്ള അറിവ് പ്രാപിച്ച് മുന്നോട്ട് പോവുക. അവിടെ അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ നിന്ന് രാത്രിയിലായപ്പോൾ അയ്യോ ഞാൻ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ സമയം എപ്പോഴെന്നറിയാ? അവന്റെ കടലെന്തായി, കാറ്റെന്തായി, അടിച്ച് പൊളിച്ചപ്പം മരിക്കുമെന്ന് പറഞ്ഞ സമയത്താണ് കേട്ടാ. ഒന്നാലോചിക്കുക, നിന്റെ അതിഗംഭീരമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആ ദൈവം അവിടെ വന്നില്ലെങ്കിൽ നീ അവിടെ തളർന്നു പോകുമെന്ന് ദൈവത്തിന് അറിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൂതനയച്ചു. മനസ്സിലായ? അപ്പൊ 4 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ അവിടെ കപ്പലുകാർക്ക് തോന്നി ഇത് തട്ടി ചത്ത് സകലം ചാമ്പലായി പോകുമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് ഇനി 33 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ 3 നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. ഇന്ന് 14 ദിവസമാകുന്നുവല്ലോ. ഇനി അതിന്റെ 27 വാക്യം 27 4 വാക്യം ഒന്ന് വായിക്കാം. കാറ്റ് പ്രതികൂലമായി അടിച്ചു. 4 വാക്യം. 14 വാക്യം വായിക്കുമ്പോൾ ഈശാനമൂലം കാറ്റുകൾ അടിച്ചു. 15 വാക്യം വായിക്കുമ്പോൾ കൈവിട്ടുപോയെന്ന് വിചാരിച്ചു. 18 വാക്യം വായിക്കുമ്പോൾ കൊടുങ്കാറ്റടിച്ചു, അലഞ്ഞു, വെളിച്ചം കാത്തുകിടുന്നു. 20 വാക്യം വായിക്കുമ്പോൾ ഇവിടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ 27 വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് നിൽക്കാൻ കഴിയാത്ത പരിശോധന, കൊടുങ്കാറ്റടിക്കുന്നു, ചുഴലിക്കാറ്റടിക്കുന്നു, എൻ്റെ കപ്പല് ഹല്ലേലൂയ തകർന്നു പോകുന്നു വിചാരിക്കുന്നു. എന്നാ പൗലോസിനോട് പറഞ്ഞ, പൗലോസേ നിന്റെ ജീവൻ ഇവിടെ അവസാനിക്കുകയില്ല, നിന്റെ നന്മ ഇവിടെ അവസാനിക്കുകയില്ല. നീ കൈസരുടെ മുകളിൽ നിന്നിട്ട് എന്നെ സാക്ഷിക്കേണ്ടതാണ്. ഇന്ന് വൽക്കാലം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം കഴിയുന്നവരെ നമ്മെ ദൈവം സൂക്ഷിക്കും, പരിപാലിക്കും. ദുഷ്ടനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈശാനം മൂലം കാറ്റടിച്ചാലും മന്ദമാരുതിനടിച്ചാലും കാറ്റുകൾ പലതുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഇതൊക്കെ അടിച്ചാലും നമ്മുടെ ജീവിതം ആരാണ് സൂക്ഷിക്കുന്നത്? ദൈവമാണ് നമ്മെ സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്ര സന്തോഷത്തോടെ സമാധാനത്തെ പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്